മലയാള സിനിമയ്ക്ക് മികച്ച വർഷമായിരുന്നു 2025. ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലും ഒരു ഹിറ്റ് നമ്മുടെ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ ഫാൻറ്റസിയും ത്രില്ലറും തമാശയും എല്ലാം ചേരുംപടി ഇഴചേർന്ന ഒന്നാം തരം ഫെസ്റ്റിവൽ റിലീസായി തിയേറ്ററുകളെ വീണ്ടും നിറക്കുകയാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായയിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ പഴയ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നു. ലിജിൻ കെ ഈപ്പൻ നമ്മോടൊപ്പം ചേർന്ന് വിശദാംശങ്ങൾ. ലിജിൻ ഉറപ്പായിട്ടും പടം കണ്ടിട്ടുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ നിവിൻ പോളി അദ്ദേഹത്തിന് വളരെ ചെറിയ പ്രായത്തിലേക്ക് കിട്ടിയ സ്റ്റാർഡം ധൂർത്ത് കളിച്ച് കളയുന്ന ഒരാളാണ് എന്ന് RDX ഒരു ദിവസം ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നു. മറ്റൊരു വിവാദം ഉണ്ടായപ്പോൾ സത്യത്തിൽ പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണല്ലേ വലിയ സന്തോഷത്തോടെ. തീർച്ചയായും നിവിൻ പോളി തിരിച്ചു വന്നു പറയുമ്പോൾ നിവിൻ പോളി എങ്ങും പോയിരുന്നില്ല. സമീപകാലത്തൊക്കെ സിനിമകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബോക്സ് ഓഫീസിൽ ഒരു പ്രഭാവം സൃഷ്ടിക്കാൻ നിവിൻ പോളിക്ക് ഇപ്പോഴാണ് സാധിച്ചത്. 2019 ലവ് ആക്ഷൻ ഡ്രാമയാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് സൃഷ്ടിക്കുന്നത് തിയേറ്ററിൽ ബോക്സ് ഓഫീസിൽ. അതിനുശേഷം വലിയൊരു ഇടവേള വന്നു. ഈ ഇടവേളയിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. സിനിമയുടെ സെലക്ഷൻ, ബോഡി ഷേമിംഗ് അടക്കമുള്ള ഒരുപാട് വിമർശനങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് സിനിമയുടെ സെലക്ഷൻ തന്നെയായിരുന്നു. അതായത് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സിനിമ എത്തിയില്ല, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്കും പുതുമകൾക്കും പിന്നാലെ പോയപ്പം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല ഒരു താരം എന്ന നിലയിൽ. അവിടെയാണ് ഒരു തൻ്റെ സേഫ് സോൺ, ഒരു വൈകാരികത അല്ലെങ്കിൽ പ്രണയം, ആക്ഷൻ, കോമഡി ഇതൊക്കെ ചേർത്ത ഒരു പാക്കേജ് തന്നെയാണ് സർവമായ എന്നുള്ള സിനിമയായിട്ട് നിവിൻ പോളി ഈ ഫെസ്റ്റിവൽ കാലത്ത് എത്തിയതുകൊണ്ട് തന്നെ സിനിമ ആദ്യം തന്നെ മികച്ച കളക്ഷൻ നേടിയിരിക്കുന്നു. ഇനിഷ്യൽ കളക്ഷൻ 8 കോടിയിലധികം വേൾഡ് വൈഡ് നേടിയ സിനിമ ഇപ്പോൾ ഇന്ന് 1 മണിക്കൂർ മുമ്പ് നിവിൻ പോളിയുടെ പോസ്റ്റ് വന്നിരിക്കുന്നത് 50 കോടി ക്ലബിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നു 5 ദിവസം കൊണ്ടെന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു ക്രൗഡ് പുള്ളറാണ്. അദ്ദേഹത്തിനോട് വലിയ ആരാധകരുണ്ട്. അദ്ദേഹത്തിന് തന്നെ തെറ്റുപറ്റിപ്പോയത് എന്നുള്ളതാണ് ശരിക്കും ഈ സിനിമയുടെ ഹിറ്റ് കൊണ്ട് അദ്ദേഹം വിലയിരുത്തുന്നത്. കാരണം സിനിമകളുടെ സെലക്ഷനിൽ അദ്ദേഹത്തിൻ്റെ പാളിച്ചയാണ് ഒരുപക്ഷെ ഈ 6 വർഷത്തോളമുള്ള ഇടവേള സൃഷ്ടിച്ചത്. അത് ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിൽ നിവിൻ പോളിയെ ഒരു പുതിയ കരിയർ അല്ലെങ്കിൽ പുതിയൊരു തുടക്കം തന്നെ സൃഷ്ടിക്കും സർവമായ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി ലിജിൻ വിവരങ്ങൾക്ക്. ആ പറഞ്ഞ കാര്യങ്ങൾക്ക്. സിനിമ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ബംഗളൂരുവിൽ വീട് തകർക്കുന്നതിനെ പറ്റിയാണ് ചർച്ച ചെയ്തത്. ഈ വർഷം അവസാനിക്കാൻ ഇനി 2 ദിവസമേ ഉള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലോകത്ത് പലയിടങ്ങളിലും വലിയ യുദ്ധങ്ങൾ ഉണ്ടായ വർഷമാണ് കടന്നു പോകുന്നത്. ഒരുപാട് പേര് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ യുദ്ധങ്ങൾ ഉണ്ടായി. അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള പല കാര്യങ്ങൾ രാജ്യത്തും നമ്മുടെ നാട്ടിലും ലോകത്താകെ തന്നെയുമായിട്ടുണ്ടായി. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്താണ് സിനിമ മലയാളിക്ക് അവർക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലുള്ളൊരു സമാധാനം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് നല്ല ഹിറ്റായിരിക്കുന്ന സിനിമകളും നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കുന്ന കലാകാരന്മാരും കൂടുതലായിട്ട് ശക്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് RDX അവസാന ഭാഗത്തേക്ക് പോകുന്നത്. മലർവാടി ആർട്സ് ക്ലബ്ബിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നിവിൻ പോളി എണ്ണം പറഞ്ഞ ഹിറ്റുകൾ കൊണ്ടാണ് കരിയറിൻ്റെ തുടക്ക വർഷങ്ങളിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്തിയത്. 2ാം നിരയിലെ 1ാം നിരക്കാരനിൽ നിന്ന് ഇടയ്ക്കൊരു വേള ഇൻഡസ്ട്രിയെ ഒറ്റയ്ക്ക് തോളിലേറ്റിയ 1ാം നിര നായകരുടെ ഗണത്തിലേക്ക് പോലും നിവിൻ പോളി എത്തിയിരുന്നു. ആക്ഷനും ഹ്യൂമറും റൊമാൻസും സ്ലാപ്സ്റ്റിക്കുമെല്ലാം മാറി പരീക്ഷിച്ചതോടെ നിവിൻ്റെ ഗ്രാഫ് അല്പം താണു. പക്ഷേ 2025 ഒടുവിലത്തെ ഹിറ്റ് സ്വന്തം പേരിൽ കുറിച്ച് അതിഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം നിവിൻ. 50 കോടിയല്ല 100 കോടിയും പിന്നിടും സർവമായ എന്നാണ് പ്രേക്ഷക പ്രതികരണം നൽകുന്ന സൂചന. അങ്ങനെ തന്നെ ആകട്ടെ.